നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനപാത മതുക്കോത്ത് ഏച്ചൂർ ഭാഗങ്ങളിൽ അപകടക്കെണിയൊരുക്കിയ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി. വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശൻ ജിയുടെ മേൽനോട്ടത്തിലായിരുന്നു ചില്ലകൾ വെട്ടിമാറ്റിയത്. മാസങ്ങൾ നീണ്ട മുറവിളിക്കൊടുവിലാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല നടപടിയുണ്ടായത്. ഏത് നിമിഷവും ഒരു ദുരന്തം വഴിയരികിൽ കാത്തുനിൽക്കുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. സംസ്ഥാനപാത കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ മതുക്കോത്ത് മുതൽ ഏച്ചൂർ വരെ അപകടക്കെണിയൊരുക്കി നിരവധി മരങ്ങൾ നിലനിൽപ്പുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയിലുള്ള അപകടം മനസ്സിലാക്കിയാണ് അധികൃതർ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇന്നത്തെ മരമുറിയിൽ വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശൻ ജി, അസിസ്റ്റന്റ് ഓഫീസർ ജുനൈദ് അനീഷൻ, PWD ഓവർസിയർ രമ്യ, കണ്ണൂർ കോർപ്പറേഷൻ 17-ാം വാർഡ് മെമ്പർ പ്രദീപൻ കെ, ദിനേശ് BD പ്രസിഡന്റ് ഗംഗാധരൻ, പരാതി നൽകിയ AO ഹരി, മരം കോൺട്രാക്ട് എടുത്ത സുരേഷ് ബാബു തോട്ടട, KSEB ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. 2022 ജൂൺ മാസം AO ഹരി നൽകിയ അപേക്ഷയിലാണ് ഇതോടെ തീരുമാനമായത്. ഇത്തവണ കാലാവസ്ഥ തീർത്തും മോശമായപ്പോഴാണ് നാട്ടുകാർ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയത്. കഴിഞ്ഞയാഴ്ച ആൽമരക്കൊമ്പിൽ തട്ടി കണ്ടെയ്നർ റോഡിൽ വീണതും മരച്ചില്ല ഒടിഞ്ഞു വീണ് അപകടം നടന്നതും വാർത്തയായിരുന്നു. ചൊവ്വ മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ മുതൽ ഏച്ചൂര് വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ മരങ്ങൾ ഈ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ റോഡിലേക്ക് ചായുകയും അതുപോലെ തന്നെ അപകടകരമായിട്ട് അതിൻ്റെ ശാഖകൾ വളർന്നു വരികയും ചെയ്തതിൻ്റെ ഭാഗമായി വലിയ അപകടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മതുക്കോത്ത് ഒരു കണ്ടെയ്നർ ലോറി ഈ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പിൽ അടിച്ച് അവിടെ കണ്ടെയ്നർ തന്നെ റോഡിലേക്ക് തെറിച്ച് വീഴുകയും വളരെ അപകടം രക്ഷപ്പെടുകയും ചെയ്തു. ഒരു കാറിൻ്റെ മേലെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അത്ഭുതകരമായി ആ കാറ് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഇവിടെ വലിയ ഒരു ചുഴലിക്കാറ്റ് അടിച്ചതിൻ്റെ ഭാഗമായും കുറേ മരങ്ങൾ കടപുഴകി പോവുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി ജനങ്ങൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ ഈ നിരന്തരം പല കോണുകളിൽ നിന്നും അതുപോലെ തന്നെ കൗൺസിലറും എന്ന നിലയിലൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പബ്ലിക്കും ആ നിലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഈ അപകടകരമായി നിൽക്കുന്ന 5-6 മരങ്ങൾ മുറിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ PWD തന്നെ അതിന് വേണ്ടുന്ന മുൻകൈയെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ മരമുറി നടക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ ജനങ്ങൾ വാഹനങ്ങളിലും കാൽനടയായും ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദേശവാസികൾക്ക് ഇതുവഴി ഭീതിയില്ലാതെ കടന്നുപോകാം. സിറ്റി ന്യൂസ്, കണ്ണൂർ.